കാരണം നെഹ്റു ഗാന്ധി കുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് പല അധികാരങ്ങളും അവകാശങ്ങളുമുണ്ട്. നമ്മളെപ്പോലുള്ളവർക്കുള്ള അധികാരവും അവകാശവുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട്. ശ്രീ കെ കരുണാകരൻ രാജ്യസഭാംഗമായിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മകൻ കെ മുരളീധരൻ കേരളത്തിൽ മന്ത്രിയായത്. അതേ സമയത്ത് തന്നെയാണല്ലോ മുരളീധരൻ വടക്കാഞ്ചേരിയിൽ നിന്ന് നിയമസഭയ്ക്കും മകൾ പത്മജ വേണുഗോപാൽ മുകുന്ദപുരത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചത്. ജനങ്ങൾ വോട്ട് ചെയ്യാത്തതുകൊണ്ട് അവർ രണ്ടുപേരും തോറ്റുപോയി, അത് വേറെ കാര്യം. പിന്നീടും ഇവർ രണ്ടുപേരും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഒരുമിച്ച് മത്സരിച്ചാണ്. മുരളി നേമത്ത് മത്സരിച്ചു, പത്മജ തൃശ്ശൂർ മത്സരിച്ചു. ആരെങ്കിലും എന്തെങ്കിലും തടസ്സം പറഞ്ഞു? ഒരു കുഴപ്പമുണ്ടായില്ല. ഇതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം. ഒരു തടസ്സവുമില്ല. ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ മാത്രം മകൻ മത്സരിക്കുമ്പോൾ മകൾ മത്സരിക്കരുത് എന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? അങ്ങനെ ആരും പറയാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ശരിയല്ല, അത് തെറ്റാണ്. സാക്ഷാൽ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സമ്മതിക്കുമായിരുന്നില്ല. എന്ത്? മത്സരിക്കാനല്ല, മത്സരിക്കാതിരിക്കാൻ.